Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir, wala tuwassir, wa dammim bil khair, wa biki nasta'inu, ya fattahu, Rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. Today we are going to learn our new chapter, that is chapter 8, division. Chapter 8, division. And in the last class we studied about multiplication. അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം മൾട്ടിപ്ലിക്കേഷൻ്റെ 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു പഠിച്ചിരുന്നത്. നമുക്ക് 15 വരെയുള്ള ടേബിൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ division, what do you mean by division? That you already studied in second standardലെ ഡിവിഷൻ പഠിച്ചായിരുന്നു. സോ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തേർഡ് സ്റ്റാൻഡേർഡിൽ ഡിവിഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. So what is division? Division is just opposite of multiplication, അല്ലേ? And we studied that multiplication is a repeated addition എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പഠിച്ചത്. സോ just opposite of that, multiplication division is a repeated subtraction. അപ്പോൾ റിപ്പീറ്റഡ് സബ്ട്രാക്ഷനെയാണ് നമ്മൾ ഡിവിഷൻ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് ഡിവിഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഡിവിഷൻ ഈസ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. ഇൻ ദിസ് മെത്തേഡ് ഡിവിഷൻ ഈസ് ഡൺ ബൈ സബ്ട്രാക്ടിങ് ദ സെയിം നമ്പർ, that is divisor, repeatedly until you get a zero or a number less than the divisor. That is നമ്മൾ എന്താണ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പോൾ നമുക്ക് ഒരു 25 എന്ന് പറയുന്ന ഒരു നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ 12 എന്ന് പറയുന്ന നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ 12ൽ നിന്നും ആ 6നെ കുറച്ച് കൊണ്ടുവരും. ഏറ്റവും ലാസ്റ്റ് നമുക്ക് എന്താണ് 0 ആൻസർ കിട്ടണം. 0 കിട്ടുന്നിടം വരെ നമ്മൾ അതിനെ കുറയ്ക്കണം. ഫോർ എക്സാമ്പിൾ 12 divided by 6, find the answer using repeated subtraction എന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ 12 മൈനസ് 6 ചെയ്യും. 12ൽ നിന്ന് 6 ചെയ്യുമ്പോൾ എത്രയാണ്? you will get 6. again ആ 6ൽ നിന്ന് വീണ്ടും 6 സബ്ട്രാക്ട് ചെയ്യണം. we will get 0. ഈ 0 ആൻസർ കിട്ടുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലേ? അപ്പോൾ എത്ര ടൈംസ് നമ്മൾ 6 സബ്ട്രാക്ട് ചെയ്തായിരുന്നു? 2 ടൈംസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് 2 എന്ന് കിട്ടും. നമ്പർ ഓഫ് ടൈംസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് 0യിൽ എത്തുന്നിടം വരെയുള്ള ആ നമ്പർ ഓഫ് ടൈംസ് കൗണ്ട് ചെയ്ത് അതാണ് നമുക്ക് ഇവിടുത്തെ ആൻസർ ആയിട്ട് എഴുതുന്നത്. ഇത് ഒരു മെത്തേഡാണ്. വേറൊരു മെത്തേഡുണ്ട്. ആ 2 മെത്തേഡാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഡിവിഷൻ ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. മിസ് നേരത്തെ പറഞ്ഞില്ലേ, ഡിവിഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. A division sentence has a dividend, a divisor, a quotient and a remainder. അപ്പോൾ ഒരു ഡിവിഷൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവിഡൻഡ് ഉണ്ട്, ഡിവൈസർ ഉണ്ട്, ക്വോഷ്യൻ്റ് ഉണ്ട്, റിമൈൻഡർ ഉണ്ട്. അപ്പോൾ the number to be divided is called the dividend. ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ 12നെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, അല്ലേ? 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും പറയാം ഈ 12 ആണ് ഇവിടുത്തെ ഡിവിഡൻഡ്. Then the number by which you divide the dividend is called divisor. അതായത് നമ്മൾ ഡിവിഡൻഡിനെ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറിനെ നമ്മൾ ഡിവൈസർ എന്ന് പറയും. ഡിവൈസർ. And the number by which the answer to the division is called quotient. അതായത് നമ്മൾ ഇതിനെ രണ്ടിനെയും ഡിവിഡൻഡിനെയും ഡിവൈസറിനെയും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഏതാണോ ദാറ്റ് ആൻസർ ഈസ് കോൾഡ് ക്വോഷ്യൻ്റ്. അപ്പോൾ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദ ആൻസർ വി ഗോട്ട് ഫ്രം ദ മൾട്ടിപ്ലിക്കേഷൻ ഈസ് കോൾഡ് വാട്ട്? ദ ആൻസർ വി ഗോട്ട് ഫ്രം ദ മൾട്ടിപ്ലിക്കേഷൻ ഈസ് കോൾഡ് പ്രോഡക്റ്റ്, അല്ലേ? പ്രോഡക്റ്റ് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു മൾട്ടിപ്ലിക്കേഷൻ. ദ ആൻസർ വി ഗോട്ട് ഫ്രം അഡിഷൻ ഈസ് കോൾഡ് സം ഓഫ് ദ നമ്പർ. ദ ആൻസർ വി ഗോട്ട് ഫ്രം സബ്ട്രാക്ഷൻ ഈസ് കോൾഡ് ഡിഫറൻസ് ഓഫ് ദ നമ്പർ, അല്ലേ? നമ്മൾ അതൊക്കെ പഠിച്ചതായിരുന്നു. സം എന്താന്ന് പഠിച്ചു, ഡിഫറൻസ് എന്താന്ന് പഠിച്ചു, ആൻഡ് വി ഓൾറെഡി സ്റ്റഡീഡ് വാട്ട് ഈസ് പ്രോഡക്റ്റ്. Here we are studying a new thing, that is quotient. നമ്മൾ 2 നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ
എന്താണ് കോഷ്യൻ്റ് എന്ന് പറയുന്നത്. സോ ഫൈൻഡ് ദ കോഷ്യൻ്റ് എന്ന് പറഞ്ഞ് നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഡിവൈഡ് ദാറ്റ് നമ്പേഴ്സ്. ഓക്കെ, സോ ദിസ് 2 ഹിയർ ദിസ് 2 ഈസ് കോൾഡ് കോഷ്യൻ്റ്. QUOTIENT quotient. So the answer we got from a division is called quotient. And sometimes a number cannot be divided completely. This number which is left after division is called എന്താണ്? റിമൈൻഡർ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 0യിൽ എത്തണം എന്നില്ല, അല്ലേ? 0യിൽ എത്തണം എന്നില്ല. നമുക്ക് ഇവിടെ ഇതിൽ നിന്നും ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6 കിട്ടി, വീണ്ടും 6 ഉള്ളത് കൊണ്ടാണ് നമ്മൾ 0 കിട്ടിയത്. അപ്പോൾ ഇവിടെ ഒരു സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും മൈനസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇത് ഈ 6നേക്കാളും വലിയൊരു നമ്പറാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഈ 60 ആ വലിയ നമ്പർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ ഒരു റിമൈൻഡർ 0 അല്ലാതെ വേറെ കുറച്ച് 0 അല്ലാതെ വേറെ ആൻസേഴ്സ് കിട്ടാം, പിന്നെ നമുക്കത് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്ന എൻഡിൽ വരുന്ന ആ നമ്പറിനെയാണ് റിമൈൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ റിമൈൻഡർ എന്താണ്? 0 ഈസ് ദ റിമൈൻഡർ. ഓക്കെ, ഇവിടെ എൻഡിൽ നമുക്ക് 0 കിട്ടി. 0 ഈസ് ദ റിമൈൻഡർ. സംടൈംസ് യു വിൽ ഗെറ്റ് 1, സംടൈംസ് യു വിൽ ഗെറ്റ് 5, 3 എക്സെട്ര എനി നമ്പർ. സോ ആ എൻഡിൽ വരുന്ന ആ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിമൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് യു ക്യാൻ ഓൾവേസ് verify a division result using the given relation dividend is equal to divisor into quotient plus remainder. അത് നമ്മൾ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. അതായത് നമുക്കൊരു ഡിവിഷൻ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിന് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിവിഡൻഡ് ആയിട്ടുള്ള, അതായത് ഇവിടെ 12 എന്ന് പറയുന്ന ആ 12നെ എടുത്ത് 12 ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു quotient പ്ലസ് റിമൈൻഡർ. അപ്പോൾ ഡിവൈസറും കോഷ്യൻറ്റും കൂടെ ഇൻറ്റു ചെയ്ത് അതിനെ എന്ത് ചെയ്യണം? റിമൈൻഡർ കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഡിവിഷൻ ഈസ് വെരിഫൈഡ്, ദാറ്റ് ഡിവിഷൻ ഈസ് കറക്റ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ എന്തൊക്കെയായിരുന്നു പറഞ്ഞ്? ഡിവിഷൻ ഈസ് കോൾഡ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. വേറെ എന്തായിരുന്നു? ദ നമ്പർ വിച്ച് ദ ഡിവിഷൻ സെൻറ്റൻസ് ഹാവ്സ് 3 പാർട്സ്. ഏതൊക്കെയാണ്? ഡിവിഡൻഡ്, ഡിവൈസർ and remainder. And the number to be divided is called dividend. The number to be divided is called dividend, and the number which is the number by which you divide the dividend is called divisor. And എന്താണ്? The third one is quotient. What is quotient? The answer to the division. ഡിവിഷനിൽ നമുക്ക് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? quotient എന്ന് പറയുന്നത്. Okay, and then sometimes a number cannot be divided correctly. That number that is left after the division. Division ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് ചെയ്ത് വരിക്കുന്ന ആ നമ്പറിനെയാണ് നമ്മൾ റിമൈൻഡർ എന്ന് പറയുന്നത്. Then a number we can verify a division result using the relation dividend is equal to divisor into quotient plus remainder. Okay. So and you will learn this in this chapter or in this unit you will learn to divide 2-digit number by 1-digit number using the repeated subtraction method. We have 2 methods here, that is division method and repeated subtraction method. അപ്പോൾ ഇതിനകത്ത് ഏതാണ്? divide 2-digit numbers by 1-digit number. അതായത് ഒരു 2-digit നമ്പറിനെ ഒരു ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ആൻഡ് ഡിവൈഡ് 2-digit numbers and 3-digit numbers by 1-digit number. അതായത് അതുപോലെ 3-digit നമ്പറിനെയും 1-digit നമ്പർ കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് you will learn in this chapter. And identify dividend, divisor, quotient and remainder in a division sentence. ഒരു ഡിവിഷൻ സെൻറ്റൻസിൽ ഏതാണ് ഡിവിഡൻഡ്, ഏതാണ് ഡിവൈസർ, ഏതാണ് quotient, ഏതാണ് റിമൈൻഡർ എന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ വെരിഫൈ ചെയ്യാൻ പഠിക്കും. Then we can solve word problems using division and its properties. So ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ എന്താണ് ഡിവിഷൻ എന്നും എങ്ങനെയാണ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ യൂസ് ചെയ്യേണ്ടതെന്ന് മിസ് പഠിച്ചു. Then we can do the exercises based on this in the next class. So today's class is over. Assalamu alaikum.